ഹൈ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോണ്ടയുടെ ആക്ടിവയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നതിൻ്റെ കുറേയധികം അപ്ഡേറ്റ്സ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ നാളുകളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ഈ ഒരു വാഹനത്തിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവസാനം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഹോണ്ട ആക്ടിവ ഇലക്ട്രിക് പതിപ്പ് ലോഞ്ച് ആയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ഈ ഒരു മോഡലാണ് ഹോണ്ട ആക്ടിവ ഇലക്ട്രിക്. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനോടൊപ്പം തന്നെ ഹോണ്ട വളരെ സർപ്രൈസ് ആയിട്ട് QC1 എന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആക്ടിവ EVയിൽ സ്വാപ്പബിൾ ആയിട്ടുള്ള ബാറ്ററിയും QC1ൽ ഫിക്സഡ് ബാറ്ററിയുമാണ് വരിക. ആക്ടിവയുടെ തന്നെ സെയിം ബോഡിയും ഫ്രെയിമും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു EVയുടെയും ബോഡി കമ്പനി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആക്ടിവ EVയുടെ ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ മുന്നിലും പിന്നിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള LED കോമ്പിനേഷൻ ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും നമുക്ക് കാണാൻ സാധിക്കും. പേൾ ഷാലോ ബ്ലൂ, പേൾ മിസ്റ്റി വൈറ്റ്, പേൾ സെൻറ്ററി ബ്ലൂ, മേറ്റ് ഫോർ ഗിവ് സിൽവർ മെറ്റാലിക്, പേൾ ഇഗ്നിയസ് ബ്ലാക്ക് എന്നിങ്ങനെയുള്ള 5 കളർ വേരിയൻറ്റുകളാണ് ഈ ഒരു വാഹനം ലഭിക്കുക. വാഹനത്തിൻ്റെ ഒരു മോട്ടോർ വരുന്നത് 8 HP പവർ വരുന്ന PMSM മോട്ടറാണ് വരുന്നത്. 22 Nm ആണ് ഈ ഒരു മോട്ടറിൻ്റെ ഒരു ടോർക്ക് വരുന്നത്. 0 നിന്ന് 60 km വരെ സ്പീഡ് കൈവരിക്കാൻ വാഹനത്തിന് വേണ്ടി വരുന്ന സമയം എന്നത് വെറും 7.3 സെക്കൻഡ് മാത്രമേ വരുന്നുള്ളൂ. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഹോണ്ട റോഡ് സിങ്ക് ഡിയോ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉള്ള വലിയ 7-inch TFT ഡിസ്പ്ലേ ആണ് ആക്ടിവ EVയ്ക്ക് വരുന്നത്. നാവിഗേഷൻ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഓണർക്ക് റൈഡിംഗ് വളരെ സ്മൂത്ത് ആക്കുകയും ചെയ്യും. കൂടാതെ ഇതിന് ഡേ നൈറ്റ് മോഡുകളും വരുന്നുണ്ട്. സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് സേഫ്, സ്മാർട്ട് അൺലോക്ക്, സ്മാർട്ട് സ്റ്റാർട്ട് എന്നിവ ഉൾപ്പെടുന്ന ഹോണ്ടയുടെ പെട്രോൾ വാഹനങ്ങൾക്കുള്ള സ്മാർട്ട് സ്റ്റാർട്ട് ഫീച്ചറും ആക്ടിവ EVയ്ക്ക് വരുന്നുണ്ട്. മെക്കാനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ, സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ മുന്നിലായിട്ട് ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഡ്യുവൽ സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനുമാണ് ഇതിന് വരുന്നത്. 12-inch അലോയ് വീലാണ് വാഹനത്തിന് ഫ്രണ്ട് ആൻഡ് റിയർ വരുന്നത്. 1.5 kW സ്വാപ്പ് ചെയ്യാൻ സാധിക്കുന്ന 2 ബാറ്ററികളാണ് ഇതിൽ വരുന്നത്. ഈ 2 ബാറ്ററികളും ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 102 km വാഹനത്തിന് റേഞ്ച് ലഭിക്കുക. ബാംഗ്ലൂർ, ഡൽഹി എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻസ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി ഈ ഒരു സ്വാപ്പിംഗ് സ്റ്റേഷൻസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുള്ളൊരു കാര്യമെന്നത്. എന്തായാലും ഈ ഒരു ആക്ടിവ EV മാർച്ചോട് കൂടിയിട്ട് വിപണിയിലേക്ക് എത്തുമെന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.